ഹായ് ഓൾ ഇന്നത്തെ എൻ്റെ മിനി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടോ എണീക്കാൻ, ഒരു 5:30 ആയിട്ടുണ്ട്. കാരണം ഇന്ന് ചോറും കറികളൊന്നും വെക്കേണ്ട, ഇന്നലെ വെച്ചതെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ സമാധാനത്തോടെ അടുക്കളയിലേക്ക് വന്നപ്പോഴും ചെറുതായി ഒന്ന് പണി കിട്ടിയത് വേറെ ഒന്നുമല്ല കേട്ടോ. ഇന്നലെ വൈകുന്നേരം അരി ഉഴുന്നും അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നല്ലോണം പൊന്തി പോയിട്ടുണ്ടായിരുന്നു. പിന്നെയാണെങ്കിൽ പുറത്ത് നല്ല മഴയാണ്. കുറേ നാളുകൾക്ക് ശേഷം കേട്ടോ ഇവിടെ രാവിലെ മഴ പെയ്യുന്നത്. രാത്രിയൊക്കെ അത്യാവശ്യം പെയ്യും, എന്നാലും രാവിലെ ഇത് കുറേ നാളുകൾക്ക് ശേഷമാണ്. പിന്നെ ഇത് കുട്ടികൾക്കുള്ള ചായ എല്ലാം എടുത്തു. പിന്നെ ഈ ഒരു സമയത്ത് ഞാൻ വേഗം അലക്കിയിടുന്നതാണ് കേട്ടോ. പക്ഷേ ഇന്നിപ്പോൾ മഴയായതുകൊണ്ട് പുറത്ത് അലക്കാൻ തരൂല്ല കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിലെ പണികളെല്ലാം ഒരുക്കി കുളിക്കാൻ പോണ നേരത്ത് ഞാൻ അലക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുട്ടികളൊന്നും എണിച്ചിട്ടുണ്ടായിരുന്നില്ല. വേഗം ഞാൻ ഉള്ളൊക്കെ ഒന്ന് അടിച്ചു വിട്ടു. പിന്നെ ഗ്യാസൊക്കെ ഒന്ന് തുടച്ചു വിട്ടു കേട്ടോ. ചോറും കറികളൊന്നും വെക്കാത്തതുകൊണ്ട് പിന്നെ അടുക്കളയിൽ വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. വേഗം തുടച്ചു. പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് വന്ന ശേഷം മോൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുവരാനുള്ള ദോശയെല്ലാം ചുട്ടു. പിന്നെ ഇന്നലെ വൈകുന്നേരം കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ജസ്റ്റ് ചൂടാക്കി മോൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാനാണ് കേട്ടോ. പിന്നെ മോളുടെ ലഞ്ച് ബോക്സ് എല്ലാം പാക്ക് ചെയ്തു. പിന്നെ ഞങ്ങൾ റെഡിയായി ഇറങ്ങി കേട്ടോ. ഇന്ന് വന്നിട്ട് മോളുടെ സ്കൂളിൽ സ്പോർട്സ് ഡേ ആണ്. അതുകൊണ്ട് ഇന്ന് സ്പെഷ്യൽ യൂണിഫോം ഇട്ടിട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അറ്റത്തെ റോട്ടിൽ വന്നു കേട്ടോ. ഇവിടെ എന്തോ പണി നടക്കുന്നുണ്ട്. പിന്നെ ഇതേ റോട്ടിൽ ഇത്തിരി വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികളാണെങ്കിൽ അതിൽ പൂവൊക്കെ പിച്ചി ഇടുന്നുണ്ടായിരുന്നു. ഇന്നാണെങ്കിൽ നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് കേട്ടോ. രാവിലെയും രാത്രിയൊക്കെ മഴ പെയ്തുകൊണ്ട് നല്ല തണുപ്പും കാറ്റും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴേക്കും ഓട്ടോ വന്നു. ഇന്ന് ഓട്ടോ ഇത്തിരി നേരത്തെയാണ് കേട്ടോ വന്നത്. ഇന്നാണെങ്കിൽ നിറയെ കുട്ടികളും എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊന്ന് കടയിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ ഈ ഓട്ടോയിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ കുട്ടികളെല്ലാം ഉള്ളതുകൊണ്ട് പിന്നെ ഞങ്ങൾ നടന്നു പോയിട്ടോ. നമ്മുടെ തൊട്ടടുത്തുള്ള കടയിൽ തന്നെയാണ് വന്നത്. ഇവിടെ വന്നാൽ മോൻ എപ്പോഴും എന്തെങ്കിലും വേണം പറഞ്ഞിട്ട് വാശി പിടിക്കുന്നുണ്ടോ എപ്പോഴും. അതുകൊണ്ട് എനിക്ക് ഈ കടയിലേക്ക് കൊണ്ടുവരാൻ ഭയങ്കര മടിയാണ് കേട്ടോ. വന്നത് ഈ ഒരു പാർലേജിയുടെ വലിയൊരു പാക്കറ്റ് വാങ്ങിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് പാർലേജി. അതേപോലെ തന്നെയാണ് എൻ്റെ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമുണ്ട് പാർലേജി ബിസ്ക്കറ്റ്. പിന്നെ കുറച്ച് ജസ്റ്റ് ജെല്ലി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 2 മിൽക്കി ബാർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകണ്ടോ. അത് പിണങ്ങിയിട്ട് പോകാണ്ടോ ഒരാൾ അതിൽ കൂടെ. വേറെ ഒന്നിനുമല്ല, എന്തിനാണെന്ന് നിങ്ങൾ തന്നെ ചോദിച്ചോളൂ. കറിയല്ലേ നമുക്ക് വാപ്പ വന്നിട്ട് വാങ്ങാൻ അറിഞ്ഞു വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കരയുന്നത്. പിന്നെ ഞാൻ ഓരോന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തി ഞാൻ വീട്ടിലേക്ക് കൂട്ടിയിട്ട് വന്നു കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ അലക്കിയിട്ടിട്ടുണ്ടായത് മഴയായതുകൊണ്ട് തുണികളൊന്നും വിരിച്ചിടാൻ പറ്റിയില്ല. പിന്നെ ദേ വന്നത് ഞങ്ങൾ വേഗം തുണികളെല്ലാം വിരിച്ചിട്ട് മോനും എന്നെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.